ചൂരൽമലയിലെ ബെയിലി പാലത്തിനടുത്ത് എനിക്കൊപ്പം കൽപ്പറ്റ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ ശ്രീ ടി സിദ്ദിഖ് കൂടെയുണ്ട്. സ്വാഗതം ശ്രീ ടി സിദ്ദിഖ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും, കേരളം മൊത്തം തന്നെ കടന്നു പോകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി വന്നു പോയി. അദ്ദേഹത്തിൻ്റെ വരവ് സന്ദർശനം വലിയ ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഗുണമുണ്ടാകും. ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കടക്കം നല്ല ഒരു കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണല്ലോ ഉള്ളത്, അല്ലേ? പ്രധാനമന്ത്രി ഇന്നലെ ഒരു അരമണിക്കൂർ മുമ്പേ വരികയും 1 മണിക്കൂറിലധികം താമസിച്ചാണ് പ്രധാനമന്ത്രി പര്യടന പരിപാടി പൂർത്തീകരിച്ച് അദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഏരിയലായി ഇത് ഹെലികോപ്റ്ററിൽ നിന്ന് ഇതിൻ്റെ വീക്ഷണം നടത്തി. അത് കഴിഞ്ഞ് നേരിട്ട് അദ്ദേഹം ഈ സ്ഥലം വന്ന് സന്ദർശിച്ചു. സ്ഥല സന്ദർശനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതികമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ക്യാമ്പുകളിൽ പോയി. ക്യാമ്പിലെ വിക്ടിംസുമായി അദ്ദേഹം നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം നന്നായി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫീലിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആശുപത്രിയിൽ അസുഖബാധിതമായി കിടക്കുന്ന രോഗികളെ അദ്ദേഹം സന്ദർശിച്ച് അവരുടെ വേദനയും ദുഃഖവും ഒക്കെ അതും അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കലക്ട്രേറ്റിലെ യോഗം, അതിൽ ഞാനുണ്ടായിരുന്നു. കലക്ട്രേറ്റിലെ യോഗത്തിൽ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി വളരെ കൃത്യതയോടുകൂടി ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസൻറ്റേഷൻ നടത്തി. മുഖ്യമന്ത്രി സംസാരിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ നിവേദനം കൊടുത്തു. അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിച്ചു. ഞാൻ എൻ്റേതായിരിക്കുന്ന ഇതിൻ്റെ നേരെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള നിവേദനം ഞാനും പ്രധാനമന്ത്രിക്ക് കൈമാറുകയുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 979 ബാർബി പാലത്തിൻ്റെ തകർച്ചയിൽ ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു വലിയ ബുദ്ധിമുട്ടേറിയ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അതെ, രാജ്യവും ഗവൺമെൻറ്റും കൂടെയുണ്ട്. അത് പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടു കൂടി മുഖവിലക്കെടുക്കാൻ ആഗ്രഹിക്കുക. പ്രധാനമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടപടികളിലേക്ക് അതിനെ തുടർന്ന് ഞങ്ങൾ കടക്കും. ആ മെമ്മോറാണ്ടം കുറ്റമറ്റ രീതിയിലുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കേരള സർക്കാർ കടന്നിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് 1200 കോടിയോളം രൂപയുടെ പ്രാഥമികമായിട്ടുള്ള നഷ്ടം വന്നു എന്നതാണ് നമ്മുടെ കണക്ക്. അതിൽ വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, KSEB, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി, ഇവിടെയുള്ള അഗ്രികൾച്ചർ, ഇവിടെയുള്ള സ്കൂളുകൾ, ഇവിടെയുള്ള അംഗനവാടികൾ, ഇവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, ഇവിടെയുള്ള പൊതുസാമൂഹ്യ സംവിധാനങ്ങൾ, ഇവിടെയുള്ള റിസോർട്ടുകൾ, അങ്ങനെ തുടങ്ങി വിവിധ ബ്രിഡ്ജുകൾ, റോഡുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ബ്രിഡ്ജും റോഡുകളും, അങ്ങനെ തുടങ്ങി ഒരു അതിവിപുലമായിട്ടുള്ള ഒരു വലിയ നാശനഷ്ടം ഈ മേഖലയിൽ മുഴുവനുണ്ടായി. അതിൻ്റെ തോത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള മിഷനറിയുടെ ഒരു എസ്റ്റിമേറ്റാണ് 1200 കോടി. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 2000 കോടിയോളം രൂപ. ആ പുനരധിവാസം എന്നുള്ളത്, റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ഒരു സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷൻ അല്ല നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ മന്ത്രിസഭാ ഉപസമിതിയോടും എല്ലാവരോടും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയോടും പ്രതിപക്ഷ നേതാവിനോടും ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞു, ഈ പുനരധിവാസം ഒരു അവരുടെ സാംസ്കാരികമായ, അവരുടെ സാമ്പത്തികമായ, അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള, അവരുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടലായിട്ടുള്ള ഒരു പുനരുജ്ജീവനമായി ഈ പുനരധിവാസ പ്രക്രിയ മാറണം. താങ്കൾ ഇവിടെ നല്ല പരിചയമുള്ള ആളാണല്ലോ. ഈ ദിവസം ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് അറിയുന്നത്? എപ്പോഴത്തേക്ക് ഇവിടെ എത്തി? ഞാൻ കിടന്ന് ഉറങ്ങി മുന്നോട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ആളുകളുടെ ഇവിടെ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, വിവിധങ്ങളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ തുടരെ വരിക. അതിന് എൻ്റെ PAക്ക് ഒരു കോൾ വന്നു. PA ഉടനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ എത്ര മണിക്കത്? അത് അറൗണ്ട് ഒരു 2 മണിക്ക് തൊട്ട് മുമ്പേ ഞാൻ വിവരം. 3 മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. പുലർച്ചെ 3 മണിക്ക് മുമ്പായിട്ട് എത്തി. ഇവിടെ വന്ന് ഈ ചൂരൽമല ടൗണിൻ്റെ ആ ഭാഗത്ത്, ആ പള്ളിയുടെ പുറത്ത് ഭാഗത്ത് ഞങ്ങൾ, അപ്പം
ഞാൻ വരുന്ന വഴിക്കാണ് ചീഫ് സെക്രട്ടറിയെ വിളിച്ചത്, മുഖ്യമന്ത്രിയെ വിളിച്ചു, മുഖ്യമന്ത്രി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു, ജില്ലാ കളക്ടറെ വിളിച്ചു, SP വിളിച്ചു, ഫയർ വിളിച്ചു. അങ്ങനെ എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന ഏകോപനത്തിലുള്ളതായിരിക്കുന്ന വലിയ ശ്രമം ആ യാത്രയിൽ മുഴുവൻ ക്രമീകരിച്ച് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ചീഫ് സെക്രട്ടറി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു. ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ച് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, വളരെ ഗുരുതരമാണെന്നാണ് അറിയുന്നത്, ജനങ്ങളുടെ കരച്ചിലും ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം. പുത്തുമലയുടെ ഒരു ഇൻസിഡന്റിന്റെ കരച്ചിലൊക്കെ വന്നു അല്ലേ, ഫോണിൽ വാട്സാപ്പിൽ ഈ സൗണ്ടും സഹായ അഭ്യർത്ഥനയും ഒക്കെ വരും. എൻ്റെ കൂടെ പഠിച്ച ഒരു അഡ്വക്കേറ്റ് ജമീലയുണ്ട്. അപ്പോൾ ഞാൻ അവർ വിളിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയില്ല. അപ്പോൾ നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകുന്നതായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിലെ ആളുകളും മറ്റാളുകളും ഉണ്ട്. ചിലരെ കിട്ടി, ചിലരെ കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് രീതിയിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. കിട്ടുന്നവർ മുഴുവൻ കരച്ചിലാണ്, വല്ലാത്ത രീതിയിലുള്ള കരച്ചിലാണ്. കിട്ടാത്തവരെ സംബന്ധിച്ചുള്ള ആകുലതയും. ഈ രണ്ട് ഇഷ്യൂ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ആ രണ്ടാമത്തെ എറൗണ്ട് 3 മണി കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ, ഒരു 3-3:15 എറൗണ്ട് ആണെന്ന് ഒരു സമയത്തിൻ്റെ ഒരു ഫീലിംഗ് എനിക്കതാണ്. ഞങ്ങൾ ഈ വെള്ളാർമല സ്കൂളിൻ്റെ ആ ഏരിയയിലേക്ക് മൂവ് ചെയ്ത് പോവുകയാണെന്ന്, എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ല, പോകാം എന്നും പറഞ്ഞ് അങ്ങ് മൂവ് ചെയ്യണം ഞങ്ങൾ. അപ്പോഴാണ് അവിടെ നിന്ന് ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശബ്ദത്തോടു കൂടി ആളുകൾ പരക്കം പായുന്ന ഒരു ഫയർ ആദ്യം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഫയർ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഫയർഫോഴ്സ് ഞങ്ങളെല്ലാം ചെതറി ഓടി, ഓരോ ഭാഗത്തേക്ക് ചെതറി. ഇതെല്ലാം കാം ആൻഡ് ക്വയറ്റ് ആയ സമയത്ത് ഞങ്ങൾ വെള്ളാർമല സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കല്ലേ വീണ്ടും പോകും. ആ ഭാഗത്തേക്ക് ഹൃദയ ഭയാനകമായിട്ടുള്ള സംഭവം. ടൺ കണക്കിന് വലിയ മരങ്ങൾ. സത്യത്തിൽ ആ വെള്ളാർമല സ്കൂളില്ലായിരുന്നുവെങ്കിൽ ഈ ചൂരൽമല ടൗൺ ഉണ്ടാവില്ല. ഒരു പക്ഷേ ആ പോക്കിൽ ഞങ്ങളും പോയാൽ ഞങ്ങളെല്ലാവരും പഠിക്കും. ആ സമയത്ത് ഞങ്ങളെല്ലാവരും വെള്ളാർമല സ്കൂളാണ് ആ വലിയ കരിങ്കല്ലും വലിയതായിരിക്കുന്ന മരങ്ങളും എല്ലാം പിടിച്ചു നിർത്തിയത്. വെള്ളാർമല സ്കൂള് പുതുക്കി പണിതപ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ടാണ്, കുറച്ചുകൂടെ അതിൻ്റെ പില്ലറുകൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പില്ലറുകളായി. അതിൻ്റെ 1-2 ക്ലാസ് റൂം ഒക്കെ കണ്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മൂപ്പരങ്ങ് പിടിച്ചു നിന്നു. ആ പിടിച്ചു നിർത്തമില്ലായിരുന്നുവെങ്കിൽ ആ ഫ്ലോ നേരെ ഈ ചൂരൽമല ടൗൺ ടോട്ടലായിട്ട് അങ്ങ് പിഴുതെറിയുകയായിരുന്നു. ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടം പുഴ വന്നു പോകുന്നതായിരിക്കുന്ന ഗതി ഇതായിരുന്നു. പക്ഷേ അവിടെ വെള്ളാർമല സ്കൂൾ അത് ബ്ലോക്കിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വെള്ളാർമല ടൗൺ ഉൾപ്പെടെ പുഴയാകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ കേഷ്വാലിറ്റി ഇതല്ല, ഭയാനകമായ കേഷ്വാലിറ്റി ആവും. ആ ഭാഗത്തുള്ള വീടുകളിൽ കൂടെ മുഴുവൻ പോവുമായിരുന്നു. അതിഭയാനകമായ കേഷു. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡബ്രിസ് ഈ മണ്ണും വഴുക്കും സാധനങ്ങളും അരയോളം വരും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇതിലെവിടെ കുഴിയുണ്ടോ എന്നുള്ള അറിയില്ല. അരയോളം ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ പോയി ഞാൻ ആ മരത്തിൻ്റെ മേലെ കയറുമ്പോഴാണ് ഉള്ളിലൊരു കാല് കാണും. അപ്പം തന്നെ വിളിച്ച് കട്ടറെടുത്ത് ഞങ്ങളത് കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് സൈഡിൽ നിന്നൊക്കെ ബോഡി എടുക്കുക. അതിഭീകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഒരു അത്യാവശ്യം മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായും ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം ദുർബലമായി, അല്ലാത്ത രീതിയിൽ ക്ഷീണിച്ചു. ആളുകളെ നേരിട്ട് കാണുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സംഭവിച്ചതും, അതിനിടയിൽ ഒരു കുഞ്ഞിനെ അപ്പുറത്തേക്ക് വെച്ച് മറ്റൊരു കുഞ്ഞിനെ പിടിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിനെയും കിട്ടിയില്ല, പുറത്തേക്ക് പോകുമ്പോൾ സ്വന്തം കുഞ്ഞ് പോയതും, ഓരോരോ അനുഭവങ്ങൾ പറയുന്നു. വല്ലാത്തൊരു വേദന. ഇത്രയും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പിടികിട്ടിയിരുന്നോ? ഈ വെള്ളാർമല സ്കൂളിൻ്റെ അടുത്ത് പോയപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താകും എന്ന് ഞാൻ കരുതി. ഞാൻ ഉടനെ തന്നെ ശേഖർ കുര്യാക്കോസിനെ വിളിച്ചു, നമ്മുടെ ഡിസാസ്റ്റർ മാനേജർ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചും ചീഫ് സെക്രട്ടറിയോടും ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു, അടിയന്തരമായി സൈന്യത്തെ വിളിച്ച് സഹായം തേടുകയല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ തന്നെ പറഞ്ഞു, ഈ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ ഏരിയ. പാലം പോയതോടുകൂടി നമ്മുടെ ആക്സസ് പോയി. അപ്പുറത്ത് എന്ത് സംഭവിച്ചു? അപ്പോൾ നേരെ മേലെ ഭാഗത്ത് കുറേ ആളുകൾ പോയി. ഈ പുഴ കുറുകെ കടന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാധു ഉൾപ്പെടെ ഒരു ടീം അവർ കയറിപ്പോയി. അപ്പോൾ നൂറുദ്ദീൻ്റെ ഈ റിസോർട്ടിലാണ് 100-300 ആളുകളുള്ളത്. അവൻ വിളിച്ച്
കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, സമാധാനിക്കും. അപ്പോഴും കോള് വന്നുകൊണ്ടേയിരിക്കും. വന്നുകൊണ്ടിരിക്കും, സമാധാനിക്കും, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാ സിസ്റ്റവും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ടെൻഷനും വേണ്ട, ഭക്ഷണം ഇപ്പോൾ അവിടെ എത്തും, ഭക്ഷണത്തിലുള്ള സംവിധാനം ചെയ്യും. ഓരോന്നും കോൺഫിഡൻസ് കൊടുത്ത് നിൽക്കുക. നമ്മൾ ഈ ആദ്യം ഈ മരത്തിൽ നിന്ന്, ഈ കാണുന്ന ഈ മരത്തിൽ നിന്ന് റോപ്പ് കെട്ടി അപ്പുറത്തേക്ക് NDRFൻ്റെയും അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള റോപ്പിലൂടെ സാധനങ്ങൾ, ആർമിയും റോപ്പിലൂടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ആദ്യം. ഇത് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളുകളായിരിക്കില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളാണ്, നമ്മുടെ പാർട്ടി പ്രവർത്തകർ. ഞാനൊരു കാര്യം പറയാം, ഞാൻ MLA ആയ ഉടനെ എന്നെ പുഞ്ചിരിമട്ടം, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, എന്നോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ 2018-19 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ ഭാഗത്തുള്ളതായിരിക്കുന്ന പുഞ്ചിരിമട്ടം പാലം, പുഞ്ചിരിമട്ടം റോഡ്, ഇതൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുക, പുഴ ആകെ പ്രശ്നമായിട്ടുണ്ട്, നിങ്ങളൊന്ന് വരണം. അപ്പം ഞാനൊരു സമയം ക്രമീകരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഞാനവിടെ പോയ സമയത്ത് ഗണേഷ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുഴയുടെ ഒഴുകുന്ന ഭാഗം മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള പാറകളാണ്. അപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഗൗരവം പിടികിട്ടി. അടുത്ത വല്ല ഈ കാലവർഷക്കെടുതിയോ അതല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ പുഴ അതുപോലെ പോവില്ല, ഇത് ഗതിമാറി ഒഴുകും. ഗതിമാറി ഒഴിയാൽ ആ ഭാഗത്തുള്ളതായിരിക്കുന്ന റിസോർട്ട്, ആ ഭാഗത്തുള്ളതായിരിക്കുന്ന ഒരുപാട് വീടുകൾ, ആ ഭാഗത്തുള്ള റോഡ്, പാലം മുഴുവൻ, കാർഷിക മേഖല, അത് മുഴുവൻ എടുക്കും. അപ്പോൾ ഞാൻ ഉടനെ അദീൽ അബ്ദുള്ള എന്ന് കളക്ടറാണ്, ഞാൻ നേരെ പോയി, ദിനേശ് എന്ന് ഫിനാൻസ് ഓഫീസറാണ്, ഞാൻ 2 പേരോടും കാര്യം പറഞ്ഞു, അടിയന്തരമായി നിങ്ങൾ DDMA മീറ്റിംഗ് വിളിച്ച് ഈ പുഴയാക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഞാൻ അവർ ഫണ്ട് അനുവദിച്ചു. അപ്പോൾ പുഴ നല്ലപോലെ പുഴയാക്കി അവർ മാറ്റി, കല്ലൊക്കെ എടുത്തു. ഞാനത് കാണാൻ പോയപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഈ JCBയുടെ അതിനേക്കാൾ ഹൈറ്റുള്ള, നമ്മുടെ 2 ആളെ ഹൈറ്റുള്ള ഒരു വലിയ വൻ പാറയുണ്ട് നടുക്ക് നിൽക്കുന്നു മേലെ ഭാഗത്ത്. അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് അത്ര എനിക്ക് ഇതിൻ്റെ കൂടെ എടുത്തു മാറ്റാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ചോദിച്ചു അതെന്തേ മാറ്റാൻ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അത് എടുത്താലെല്ലാം കൂടെ ആര് വിചാരിച്ചാലും പറ്റില്ല, പൊട്ടിക്കാൻ സാധ്യമല്ല, അത്രയും വലിയതായിരിക്കുന്ന പാറയാണ്. അതുകൊണ്ട് അതിനിപ്പോൾ ചെയ്യണമെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള വലിയ ഹൈ എക്യുപ്മെൻറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഹിറ്റാച്ചിയോ JCB സാധനങ്ങൾ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അതുപോലുള്ള കല്ലുകളല്ല നമ്മൾ പിന്നെ കണ്ടതല്ലേ. സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിന് ആ കല്ല് അവിടെ ഇല്ല, അതില്ല, അതടക്കം പോകുന്നു. ആ കല്ല് അടക്കം ഇങ്ങ് പോകുന്നു, തകർന്ന് തരിപ്പണായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അത്രയും വലിയ കല്ലുകൾ, അത്രയും വലിയ ഫോഴ്സാണ് വന്നിരിക്കുന്നത്. അത്രയും വലിയ ഫോഴ്സ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഏറ്റവും വലിയ കാഴ്ച ഈ കല്ലുകളുടെ വലുപ്പം. ഇത്ര വലിയ കല്ലുകളാണ് വന്നിട്ട് ആളുകളെ കൊണ്ടുപോയി, 100 കണക്കിന് കല്ലുകൾ. ഈ കല്ലുകൾക്കിടയിൽ 25-30 കിലോമീറ്റർ ഈ ബോഡി സഞ്ചരിക്കുകയാണ്. ആളുകളുടെ ബോഡി ഇപ്പോൾ നേരത്തെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു, പൊതു ശ്മശാനം മുഴുവൻ ഇവർ അനലൈസ് എടുത്ത് അവിടെ കുഴി കൂട്ടി. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല, ഇവർ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് മരിച്ചവരാണ്, ഇവർക്ക് അടക്കം ചെയ്യാനുള്ള ഒരു ഇടം ഇവിടെ ക്രമീകരിക്കുന്നു, അവിടെ പറ്റൂ. ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയോടും പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെയാണ് HML ഉടമയായിട്ടുള്ള അതിൻ്റെ ചെയർമാൻ ശ്രീ ചെറിയാനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു 64 സെൻറ്റ് സ്ഥലം തന്നു, പിന്നീട് 20 സെൻറ്റ് അഡീഷണൽ തന്നു, അവിടെ പൊതു ശ്മശാനം. ഈ പൊതുശ്മശാനത്തിൻ്റെ കാഴ്ച, സംസ്കരിക്കുന്ന കാഴ്ച, ഞങ്ങൾ ഈ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്നിട്ട് ഈ വലിയ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളൊക്കെ കണ്ടിട്ടേ ഇല്ല നമ്മളൊന്നും ജീവിതത്തിൽ. ഞാനതിൻ്റെ മന്ത്രിസഭാ ഉപസമിതിയോട് പറഞ്ഞു, ഞങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം എടുത്തു. ഞങ്ങൾ 2 പഞ്ചായത്ത് മെമ്പർ നാസർ, രാജു ഹേജമാണി, അവരതിൻ്റെ ചുമതലക്കാരായിട്ട് ഫുൾ ടൈം നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പ്രധാനമന്ത്രിയുടെ മീറ്റിംഗ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ശവസംസ്കാരത്തിനും മുഴുവൻ നേതൃത്വം കൊടുത്ത് ക്രമീകരിച്ചു. സർവമത പ്രാർത്ഥന, പോലീസിൻ്റെ അവസാനത്തെ ഓണർ നൽകൽ, ജനപ്രതിനിധികളുടെ, തദ്ദേശ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും ആദരം നൽകി ഓരോ ബോഡി പാർട്ടും, അതൊരു വിരലാണെങ്കിലും അതിന് വേണ്ട അത് വലിയ എല്ലാ ആദരത്തോടും കൂടിയാണ്. ഇനി DNA റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം 131 എറൗണ്ട് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തതായിരിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പോൾ തിരിച്ചറിയാതനാകാത്ത ആളുകളുടെ എണ്ണം DNA റിസൾട്ട് വരുമ്പോൾ കുറയും. അപ്പോൾ ആ റിസൾട്ടിന് ഒരു ചെസ്റ്റ് നമ്പർ, ഒരു നമ്പറുണ്ട്, ഓരോ ബോഡിക്കും ഒരു ചെസ്റ്റ് നമ്പറുണ്ട്. ആ നമ്പർ പോത്തുകല്ലിൽ നിന്ന് കിട്ടിയതും
അതുപോലെ നിലമ്പൂർ ആ ഏരിയയിൽ നിന്ന് കിട്ടിയതും ഇവിടെ ചൂരൽമല ഭാഗത്ത് നിന്ന് റിക്കവർ ചെയ്ത് മുണ്ടകൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് റിക്കവർ ചെയ്തതായിരിക്കുന്ന ഈ 2 ഭാഗത്ത് നിന്ന് കിട്ടിയതായിരിക്കുന്ന ബോഡീസ് മുഴുവനാണ്. ഒരു ദിവസം വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 2:30 മണി വരെ ഞങ്ങൾ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും അറിയാം. ഞാൻ ചോദിക്കാണ്ട് വ്യക്തിപരമായിട്ട് പരിചയമുള്ള മനുഷ്യരൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ? സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് അദ്ദേഹത്തോട് സത്യത്തിൽ മാറാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ഏജമാടി വിളിച്ചു പറഞ്ഞു, നീ അടുത്ത് മാറണം. അവൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. പക്ഷെ അവന് കുടുംബം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ മുഴുവൻ റിലേറ്റീവ്സും ഇതിൽ പോയി. CPM-ൻ്റെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ പാർട്ടിയിലും വിശ്വാസവും ഒക്കെ എത്ര അറിയുന്ന ആളുകൾ. അമ്പലത്തിനടുത്ത് ഈ അമ്പലത്തിൽ ഞാൻ എല്ലാ വർഷവും ഇവിടെയുള്ളതായിരിക്കുന്ന ഉത്സവത്തിന് ഞാൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ പരിപാടിയിൽ വന്ന് സംസാരിച്ചു പോയാണ്. ഇത് ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ വൈകാരികതയുടെ പ്രതീകമാണ് ഈ അമ്പലം. ഈ മാത്രം കാണാം. വളരെ ഹൃദയവേദന. ഈ തറകൾ വല്ലാത്തൊരു ഹൃദയവേദനയുണ്ട്. വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി ആഘോഷപൂർവ്വം എല്ലാവരും കൂടി നടത്തുന്നൊരു ഉത്സവമാണ്. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ പോയതല്ലേ, എത്രമാത്രമാണ് ഇന്ന് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള. ഞങ്ങൾ ടെലിവിഷൻ ചാനലുകൾ ആരും വാർത്താ ചാനലുകൾ ആരും ഈ ഡെഡ് ബോഡിയുടെ വിഷ്വൽസ് വന്നിട്ട് പോലും കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റുന്ന അല്ല വിഷ്വൽസ് അങ്ങനെ കൊടുത്തില്ല. പക്ഷേ ആ കിടപ്പ് കണ്ടാൽ സഹിക്കാത്ത അവസ്ഥയായിരുന്നു അല്ലേ? നമ്മളിത് കാണുമ്പോൾ ഒടുവിലൊടുവിൽ ഞാനത് നോക്കാതായി. നമ്മൾ ഒരു പരിധി വരെ ഒരു മരവിപ്പ് വന്നുകൊണ്ടാണ് ഈ അടക്കം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെയും ഈ ചില സാഹചര്യത്തിൽ നമ്മളങ്ങ് പൊട്ടിപ്പോകും. അത് ഇപ്പോൾ ഹനാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പയ്യൻ, അവൻ സെൻറ്റ് ജോസഫിലാണ്. അവൻ്റെ ഗ്രാൻഡ് മദറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 6 മണിക്കൂർ പിടിച്ചു എന്ന് പറയും. 6 മണിക്കൂർ. അഭിജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് മേപ്പാടി സ്കൂളിൽ. ഞാൻ ഫോണിൽ സംസാരിച്ചു, ഞാൻ കാണാം എന്നും പറഞ്ഞു. ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നാണ് ഇവൻ്റെ വിവരം അറിയുന്നത്. എന്നെ വിളിക്കുന്നത് ഡീപോൾ സ്കൂളിലെ പുഷ്പ ജോസഫ് ടീച്ചറാണ്. ഇവൻ്റെ ബ്രദർ കൽപ്പറ്റ മൈജിയിൽ ജോലി ചെയ്യുക. അനുജിത്ത് എന്നിട്ടാണ് അവൻ്റെ പേര്. അപ്പോൾ അവന് മാസത്തെ ശമ്പളം കിട്ടും. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടാൻ പോകും. ഇതെന്തൊക്കെ ചെയ്യണം, അച്ഛനിത്ര, അമ്മയ്ക്കിത്ര, സഹോദരിക്കിത്ര, ഇതൊക്കെ അവൻ എഴുതി വച്ചിരിക്കുക. ഇതെല്ലാം എഴുതി വച്ചിരിക്കുക. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ എന്നോട് പറഞ്ഞത്, ഈ പയ്യൻ്റെ അച്ഛൻ, ഈ പയ്യൻ്റെ അമ്മ, സഹോദരി, എല്ലാവരും പോയി. ഈ പയ്യൻ്റെ ബ്രദർ പഠിക്കുന്നത് കൂർഗാബാദ്. ആ പയ്യൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയം. എത്ര ആളുകളുടെ വൈകാരികമായിട്ടുള്ള ആ കൂടെയുള്ള സുഹൃത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ടീച്ചർ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവനെ ഒന്ന് മനസ്സമാധാനപ്പെടുത്തി അവനെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാനിന്ന് കണ്ട് അവന് മുഴുവൻ ഉറപ്പും കൊടുക്കുന്നു. ഈ ഓരോരോ മുഹൂർത്തം ഇപ്പം ചുണ്ടയിലുള്ളതായിരിക്കുന്ന ക്യാമ്പിൽ പോയപ്പോൾ ചുണ്ടയിലെ ക്യാമ്പിൽ 5-6 പേരെ പിന്നെ ഈ ചെളിയിൽ നിന്ന് അങ്ങ് എടുത്തു കൊണ്ടുവന്നതായിരിക്കും ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, ഈ ആളുകളെ ചെളിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് തോളിലിട്ട് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവന്ന് ഇവർ വീട്ടിലുള്ള വെള്ളം ഉപയോഗിച്ച് ഇവരങ്ങ് കഴുകുകയാണ്. കഴുകി മുഖമൊക്കെ കഴുകി കണ്ണ് കാണുന്ന സമയത്ത് ഒന്നുമില്ല വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ തലേ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതായിരിക്കും ഒരു കുട്ടി. തലേ ദിവസം ആ കുട്ടിക്ക് അവിടെ ജോലി, കണ്ണൂരിൽ ആ ജോലി ഉറപ്പായി. മോളെ കാണുന്നില്ലല്ലോ എന്ന് പുള്ളി നോക്കുക. അപ്പം മോളെ നോക്കുമ്പോഴത്തേക്ക് അതാ മോളെ നോക്കുമ്പോൾ ആ കുട്ടി പറയണത്, സാർ ഞങ്ങളെ ഓരോ സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്, ഞങ്ങളെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ഞങ്ങൾ മരിച്ചതും ഞങ്ങൾ ജീവിച്ചതും ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ദയവ്. വല്ലാത്തൊരു ഒരു വിഷമകരമായ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ഒരു മനുഷ്യനും ഉണ്ടാവരുത്. അത്രയും ഭയാനകവും വിഷമകരവുമായിട്ടുള്ള ഒരു സാഹചര്യം. ഇതിപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാധ്യമങ്ങൾ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞല്ലോ, അത് നല്ലതാണ്. അവർക്കൊരു വീട് പോലെ തോന്നണം, കുറച്ച് പ്രൈവസി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ടർമാരൊക്കെ ഇവിടുന്ന് പറയേണ്ടായിരുന്നു. ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇവരോട് നിന്ന് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ
ഭീകരമായ കാര്യമില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ടാണല്ലോ റിപ്പോർട്ട് ചെയ്യും മറ്റൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും അങ്ങേറ്റം ദുഃഖകരമായ കാര്യങ്ങളായിരിക്കും. ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ ഇന്നലെ പ്രധാനമന്ത്രി പോയപ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ തന്നെ അങ്ങനെ ദുഃഖകരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ. കുറേ കാലം എടുക്കും നമ്മളിതിനെ മറികടക്കാൻ അല്ലേ? നമുക്ക് ഇവർക്ക് ദൈവം സഹായിച്ചൊരു മെൻ്റൽ സ്ട്രെങ്ത് വരുന്നു എന്നാണ് എൻ്റെ ഫീലിംഗ്. ഞാൻ ഇന്നലെ ഒരു രാത്രിയോ 10:15 ഈ മുണ്ടകയിലുള്ളതായിരിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചു. ചെറുപ്പക്കാരാണ്. അവരുടെ കൂടെ കുടുംബത്തിൽ ഒരാളുടെ കുടുംബത്തിൽ 23 പേര് പോയിട്ടുണ്ട്, വ്യത്യസ്ത കുടുംബങ്ങളായിട്ട് അവരുടെ റിലേഷൻ. ഒരാളുടെ കുടുംബത്തിൽ 11 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ആവറേജും എബോവ് ആവറേജും. ഇവിടെ വലിയതായിരിക്കുന്ന വ്യവസായശാലയോ വലിയതായിരിക്കുന്ന സ്വാധീനമൊന്നുമില്ല. പക്ഷേ അവർ ഭയങ്കര അധ്വാനിയാണ്. കാർഷിക മേഖല, അവർ ടൂറിസം സെക്ടർ, പിന്നെ എല്ലാവരും ഒറ്റയ്ക്കൊരു ജോലിയല്ല ചെയ്യുക. എല്ലാവരും കൂടെ ഒരു 5, 6, 10 ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു മൂവ്മെൻ്റ് അങ്ങ് നടത്തും. അങ്ങനെ ഒരു വലിയ ജോലി ചെയ്ത് കൂട്ടായ്മയാണ്. അവർ ഇന്നലെ ആ ഗ്രൂപ്പ് ഞങ്ങളോട് പറഞ്ഞത് മുണ്ടകയിൽ അമ്പലമുണ്ട്, മുണ്ടകയിൽ പള്ളിയുണ്ട്, മുണ്ടകയിൽ ചർച്ചുണ്ട്. പള്ളിക്ക് മാത്രമാണ് കുറച്ച് കേട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൊന്നും പറ്റില്ല. കാരണം അത് പരിശോധിക്കപ്പെടണോ സ്ട്രക്ചറിന് കേട് വന്നോ ഇല്ലേ എന്ന്. അവർ പറഞ്ഞത് ഇനി അവിടേക്ക് പോകാൻ ഒക്കില്ല. പക്ഷെ ഞങ്ങളെ പുനരധിവസിപ്പിക്കുമ്പോൾ മുണ്ടകൈ ഗ്രാമം ഞങ്ങൾക്ക് തരണം, ചൂരൽമല ഗ്രാമം ഞങ്ങൾക്ക് തരണം. അപ്പോൾ അതിനർത്ഥം ആ പേര് വെച്ച് ആ ഏരിയയിലുള്ള ആളുകളെ മുഴുവൻ അവിടെ മാറ്റണം എന്നുള്ളത്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികത. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഇപ്പം ടൗൺഷിപ്പ് പദ്ധതി നമ്മൾ ആലോചിക്കുന്നു പുനരധിവാസത്തിന് വേണ്ടിയിട്ട്. എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്? എവിടെയായി സ്ഥലം കാണുക? എങ്ങനെയാണത് ഈ പറഞ്ഞ അതേ ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കാണല്ലോ നമുക്ക് വേണ്ടത്? അതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ യഥേഷ്ടം ഭൂമി ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള കള്ളാടി ഏരിയയുടെ പുറത്ത് പിന്നെ അതിതീവ്രമായിട്ടുള്ള മഴയും വനവും ഉരുൾപൊട്ടൽ സാധ്യതയും ഇല്ലാത്തതായ വളരെ നല്ലതായിരിക്കുന്ന സേഫായിട്ടുള്ള സ്ഥലം യഥേഷ്ടം നമുക്കിവിടെ കിട്ടാനുണ്ട്. ആകെയുള്ള പ്രശ്നം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാർ ഇത് തരംമാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി നേരത്തെ പുത്തുമല ദുരന്തത്തിലെ ആളുകളെ മാറ്റി താമസിപ്പിച്ചത്, പുത്തുകൊല്ലിയിൽ മാറ്റി താമസിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മാറ്റി താമസിപ്പിക്കാൻ പറ്റും. ആ മാറ്റി താമസിപ്പിക്കുന്നതായിരിക്കുന്ന ദൗത്യം അതൊരു നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രക്ചറലാവരുതെന്നുള്ളത്. അതൊരു ലൈവായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് കാരണമാകുന്ന എല്ലാ സൗകര്യം സംവിധാനത്തും അവരുടെ അന്തരീക്ഷത്തെ ആകെ മാറ്റാൻ, അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഇരുളടഞ്ഞ ഒരു കുടുസായ അവർക്കൊന്ന് വിശ്രമിക്കാനോ പുറത്തേക്ക് പോകാനോ ഒന്നും ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതൊന്നുമല്ല, വളരെ കാം ആൻഡ് ക്വയറ്റും വളരെ എനർജി ഫീൽ ചെയ്യുന്നതായിരിക്കുന്ന, പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു നല്ല ഇടമായി അവിടെ മാറണം. അവിടെ ലൈവ്ലിഹുഡ് സിസ്റ്റം അതുമായിട്ട് കണക്ട് ചെയ്യണം, എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ കണക്ട് ചെയ്യണം, അവിടെ ഒരു പോളിക്ലിനിക് അതിൻ്റെ ഭാഗമായി ഉണ്ടാകണം, കുട്ടികൾക്കുള്ളതായിരിക്കുന്ന കളിക്കാനുള്ളതായിരിക്കുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകണം, അവർക്ക് പിന്നെ വിവാഹം അതുപോലെ പിന്നെ മറ്റു ചടങ്ങുകൾ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകണം, അവിടെ മെൻ്റർ ടീച്ചർമാരുടെ സിസ്റ്റം അവിടെ ഉണ്ടാകണം. അങ്ങനെ എല്ലാ സംവിധാനത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ എന്ന് ഫീൽ ചെയ്യാതെ അവർക്ക് അവരുടെ സ്വന്തം പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ഉയർന്ന തലത്തിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പുനരധിവാസമായി ആ പുനരധിവാസം മാറണം. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയം മാത്രമല്ല, ഒരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായില്ലല്ലോ ഇത്രയും ദുരന്തം ഉണ്ടായപ്പോൾ. DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡുമാരും വലിയൊരു കൂട്ടായ്മ അല്ലേ? രാഷ്ട്രീയമായിട്ടൊന്നും ഒന്നും പറയാനില്ലാത്ത വിധം ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വയനാട്, നമ്മുടെ ഈ പ്രദേശം, കൽപ്പറ്റയൊക്കെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധം എല്ലാവർക്കും നന്നായിട്ടുണ്ട്, മതവിശ്വാസവും. പക്ഷേ വളരെ വിശാലമായിട്ടുള്ള ഐക്യവും കൂട്ടായ്മയും. അവർ പറയാണ് രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം മുണ്ടകൈ അതേപോലെ പ്രതിഷ്ഠിക്കണമെന്നാണ്, ചൂരൽമല അതേപോലെ ഉണ്ടാവണം. അവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത മതങ്ങളുമുണ്ട്. ചൂരൽമല ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൻ്റെ പെരുന്നാൾ വരുമ്പോൾ അവിടെ എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ട്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ അതാണ് ഇതിൻ്റെ കൂട്ടായ്മ. രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്. ഒരു സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിധിവരെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഇടമാണ്. അതിൻ്റെ കൂട്ടായ്മയോട് കണ്ടു. ആ കൂട്ടായ്മ ഇവിടെ കണ്ടു. ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 2:30 മണി വരെ ഒരു ദിവസം 186 ബോഡിയുടെ ഓരോ പാർട്ടുകളും ഞങ്ങൾ അടക്കം ചെയ്തു. നമ്മുടെ സന്നദ്ധ സേനാംഗങ്ങൾ ശരിക്കും അല്ലാതെ വിഷമിച്ചു. ഇടയ്ക്ക് മഴ പെയ്തു പോയപ്പോൾ
ഈ മണ്ണങ്ങ് ഉറച്ചു. ഇപ്പം JCB മണ്ണൊരു ഭാഗത്തേക്ക് അങ്ങ് നീക്കി കൊണ്ടുപോയതുകൊണ്ട് ഇവർക്ക് മണ്ണ് കിട്ടുന്നില്ല. വളരെ പ്രയാസപ്പെട്ടു. അവസാനം ഇവർ ക്ഷീണിച്ചു. ഞങ്ങൾ ഗ്ലൂക്കോസും ORSഉം കൊണ്ടുവന്നു അവർക്ക് കൊടുത്ത് ഒന്ന് സ്റ്റേബിൾ ചെയ്തിട്ടാണ്. NSSൻ്റെ സുധാകരൻ്റെ മകനാണ് ആ പിന്നെ ബോഡി വെക്കാനുള്ളതായിരിക്കുന്ന സ്ഥലം മുഴുവൻ ഫ്രീ ആയി ക്രമീകരിക്കുക. സുധാകരൻ അവിടെ നിൽക്കുക. മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ആളുകൾ, മേപ്പാടി പിന്നെ മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾ, ഇവിടെ ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ആളുകൾ, ചൂരൽമല ശിവക്ഷേത്രത്തിൻ്റെ ഭാരമായി എല്ലാവരും ഒന്നിച്ച്. നിശ്ചയമായിട്ടും താങ്കളുടെ പ്രവർത്തനം തന്നെ TV-യിൽ കാണുമ്പോഴും എല്ലായ്പ്പോഴും അവിടെ ഈ ഫിസിക്കലായിട്ടുള്ള അധ്വാനം കൂടിയാണല്ലോ. അതും ഈ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ വലിയ കാര്യമാണത്. ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ? രാഹുൽ ഗാന്ധി അന്ന് സന്ധ്യയോടുകൂടി തിരിച്ചു പോകാനിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അന്നത്തെ യാത്ര അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ നാളത്തെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം എന്നോട് അദ്ദേഹം പറഞ്ഞു, KC വേണുഗോപാൽ ആയിട്ട് സംസാരിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു മീറ്റിംഗ്, എന്തൊക്കെ സാഹചര്യം, എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെന്ത് വേണം, ഇതിനെക്കുറിച്ച് ജില്ലാ ഭരണകൂടമായിട്ട് സംസാരിക്കണം. റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെ പോകും. അങ്ങനെ പിന്നെ ADGP MR അജിത് കുമാർ, ശ്രീ സേതുരാമൻ, അതിൻ്റെ പിന്നെ ഹെഡ് ADM, DMO, ജില്ലാ കലക്ടർ, പിന്നെ ഫോറസ്റ്റ് CCF, DFO, അങ്ങനെ പഞ്ചായത്ത് ഡയറക്ടർ, അങ്ങനെ തുടങ്ങി വിവിധ ടീം ഹെഡ്സിൻ്റെ മുഴുവൻ മീറ്റിംഗ് ശ്രീ രാഹുൽ ഗാന്ധി വിളിച്ചു. രാഹുൽ ഗാന്ധിയെ കാണാൻ മന്ത്രിമാർ വന്നു. അവർ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ലോക്കൽ ബോഡീസിൻ്റെ മീറ്റിംഗ് വിളിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഈ മീറ്റിംഗ് വിളിച്ച് അവരുടെ പ്രശ്നങ്ങളും വേദനകളും മുഴുവൻ രാഹുൽ ഗാന്ധി പിറ്റേ ദിവസം മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിമട്ടം വരെ അദ്ദേഹം പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, 100-ൽ-അധികം വീടുകൾ, 100+ വീടുകൾ നമ്മൾ നിർമ്മിച്ചു. എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ ഏറ്റെടുക്കും. ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും വിളിക്കുക, എന്താണ് ഇന്നത്തെ അവസ്ഥ, എത്ര ബോഡി കിട്ടി, കാണാതായവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തായി, ജനത്തിൻ്റെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന പ്രശ്നം ഈ മെൻ്റൽ ട്രോമയാണ്. ഈ ആളുകൾ അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നു മെൻ്റൽ ട്രോമയാണ്. ഒന്നും ഇതിന് തടസ്സമല്ല എന്നുള്ളത് അവരൊക്കെ പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി താങ്കൾ അപ്പോൾ ആദ്യം തന്നെ വിളിക്കുകയും അതിന് പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ട് അല്ലേ നന്നായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആദ്യം വിളിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ചു. അതുമുതൽ പിന്നെ വീണ്ടും വിളിച്ചു. മീറ്റിംഗ് വിളിച്ച സമയത്ത് അദ്ദേഹത്തോട് പേഴ്സണലായി കണ്ട് സംസാരിച്ചു. എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന സപ്പോർട്ടും ഇടപെടലുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് പൂർണ്ണ തോതിലുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നു. പഞ്ചായത്തിൻ്റെ ഏകോപനം ഞങ്ങൾ നന്നായി നടത്തുന്നു. സർവകക്ഷിയും ജനങ്ങളും ചേർന്നുള്ള കമ്മിറ്റിക്ക് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ രൂപം കൊടുത്തു. അങ്ങനെ സർവ്വതല എല്ലാ മേഖലയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഏകോപിത പ്രവർത്തനം. ഫസ്റ്റ് ഫേസ് എന്നുള്ളത് ലൈവ് ബോഡി റിക്കവറി ആയിരുന്നു. സെക്കൻഡ് ഫേസ് എന്നുള്ളത് നമ്മുടെ ക്യാമ്പ് മാനേജ്മെൻറ്റും ബോഡി റിക്കവറി പ്രോസസ്സും പരിക്കേറ്റവരുടെ ഹീലിംഗ് പ്രോസസ്സുമാണ്. അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. തേർഡ് ഫേസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഒരു കൺസെപ്റ്റ് ഗവൺമെൻറ് മുമ്പിൽ വെച്ചത് പിന്നെ ഒരു ടൗൺഷിപ്പ് എന്നുള്ളത്. ആ ടൗൺഷിപ്പ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച ഉണ്ടാവണം. ആ ചർച്ചയിൽ നാട്ടുകാർക്കും ഞങ്ങൾക്കും പറയാനുള്ളതൊക്കെ ഗവൺമെൻറ് മുമ്പിൽ ധരിപ്പിക്കും. എല്ലാവരെയും അതിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല റീഹാബിലിറ്റേഷനായി അവരുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്രമമില്ലാതെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾ മുഴുവൻ. അപ്പോൾ അങ്ങനെ ഈ നമുക്കിതിനെ ഒന്നിച്ചൊന്ന് അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. സന്തോഷം.